Good morning, all. Good morning. Sky News എടുത്ത് നോക്കിയോ എല്ലാവരും? Sky News എടുത്ത് നോക്കിയോ? നോക്കിയോ? എന്താരും ഒന്നും പറയാത്തേ? നോക്കി ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ടൈം കിട്ടിയില്ല. ഓക്കെ, ടൈം കിട്ടുന്നതനുസരിച്ച് എടുത്തു പോകുന്ന ഭാഗങ്ങൾ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോവും കേട്ടോ. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് മാനേജറിയൽ കൺസിഡറേഷൻ. അവിടെ മുതലല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അല്ലേ? മാനേജറിയൽ കൺസിഡറേഷൻ അല്ലെ, എന്താണ്? പേഷ്യൻസിന് വേണ്ടി മാനേജറിയലിന്റെ ഭാഗത്ത് നിന്ന്, മാനേജേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് അല്ലെ? ഫസ്റ്റ് വരുന്നത് പബ്ലിക് റിലേഷൻ. നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ ആയിരിക്കണം അല്ലെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് വേണ്ടി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി അല്ലെ, ക്ലയൻസിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വാംത്ത്. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആളുകൾ എങ്ങനെ സ്വീകരിക്കണം? ഊഷ്മളതയോടുകൂടി സ്വീകരിക്കണം അല്ലെ? ഇപ്പൊ നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, എൻട്രൻസിൽ നിൽക്കുന്ന ആളുകൾ ഓടി വന്ന് അല്ലെ, ഏത് ഡോക്ടറെ കാണണ്ടേ അല്ലെ, വീൽ ചെയർ വേണോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലില്? എന്തോ എന്താണ്? പേഷ്യൻസിനെ നല്ല രീതിയിൽ ഊഷ്മളതയോടുകൂടി സ്വീകരിക്കണം. നെക്സ്റ്റ് പറയുന്നത് റെസ്പെക്ട് അല്ലെ, എന്താണ്? പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ബഹുമാനം കൊടുക്കണം അല്ലെ. നമുക്കറിയാം എന്താണ്, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അപ്പൊ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു പരിഗണന കിട്ടുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്ന് ശരിയായ ഒരു റെസ്പെക്ട് അല്ലെ, നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ സാറ്റിസ്ഫൈഡ് ആണോ? ആ ഒരു ഹോസ്പിറ്റലില് സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലെ? സാറ്റിസ്ഫൈഡ് ആവോ? തൃപ്തരാവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഒരു ബഹുമാനം, റെസ്പെക്ട് അവരുടെ ഭാഗത്ത് നിന്ന് എല്ലാ ഭാഗത്ത് നിന്നും വേണം അല്ലെ. ഡോക്ടേഴ്സിൽ നിന്ന്, നഴ്സുമാരിൽ നിന്ന് അല്ലെ, സ്റ്റാഫുകളിൽ നിന്ന് അല്ലെ, മറ്റ് സ്റ്റാഫുകളിൽ നിന്നൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു റെസ്പെക്ട് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? മിനിമം വെയിറ്റിംഗ് ടൈം അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് റിസപ്ഷനിൽ നമുക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി, ഡോക്ടേഴ്സിന്റെ റൂമില ഡോക്ടേഴ്സിനെ കാണുന്നതിന് വേണ്ടി, ലാബിന്റെ മുമ്പിൽ റിസൾട്ടിന് വേണ്ടി, ഫാർമസിയുടെ മുമ്പിൽ മരുന്നുകൾക്ക് വേണ്ടി ഒരുപാട് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? മാക്സിമം വെയിറ്റിംഗ് ടൈം ആണെങ്കിൽ നമുക്ക് തന്നെ ബോറടിക്കില്ലേ, നമുക്ക് തന്നെ ഇറിറ്റേഷൻസ് വരും. അപ്പൊ എന്തുകൊണ്ട്? അപ്പൊ എന്ത് ചെയ്യാ? മിനിമം വെയിറ്റിംഗ് ടൈം അല്ലെ, പേഷ്യൻസിന് കുറഞ്ഞ വെയിറ്റിംഗ് ടൈം അനുവദിക്കുക, കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? ക്ലീൻലിനെസ് അല്ലെ, എന്താണ്? ഹോസ്പിറ്റലും പരിസരവും അല്ലെ എങ്ങനെയായിരിക്കണം? നല്ല ശുചിത്വമുള്ളതായിരിക്കണം അല്ലെ. നമ്മൾ ചില ഹോസ്പിറ്റലിൽ പറയാറുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പൊതുവെ പറയാറുണ്ട്, എന്താണ്? ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് നമ്മൾ പോയ അസുഖം ഇല്ലാണ്ട് വേറെ അസുഖങ്ങൾക്കും കൂടി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും അല്ലെ, പറയാറുണ്ടോ? നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരും അല്ലെ, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടുത്തെ ശുചിത്വമില്ലായ്മയല്ലേ അല്ലെ, ശുചിത്വമില്ലായ്മയല്ലേ.
എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ പരിസരവും നല്ല വൃത്തിയോടുകൂടി ശുചിത്വത്തോടുകൂടി പരിപാലിക്കുക. നെക്സ്റ്റ് എങ്ങനെയായിരിക്കണം? ഗുഡ് ആംബിയൻസ് ആയിരിക്കണം അല്ലെ, നല്ല അന്തരീക്ഷമായിരിക്കണം. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഭയങ്കര സൗണ്ട്, നോയ്സ് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര പൊല്യൂഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ രോഗികൾക്ക് എങ്ങനെയായിരിക്കും? ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യില്ലേ? അവരെ ഹെൽത്തിനെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യില്ലേ? ഇപ്പൊ നമുക്കാണെങ്കിലും ഒരു തലവേദന എടുത്തിരിക്കുകയാണെങ്കിൽ ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല ഒരു ആംബിയൻസ് ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് അല്ലെ, നല്ല ശുചിത്വമുള്ള നല്ല രീതിയിലുള്ള ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. പേഷ്യന്റ് ഹിയറിംഗ്, പേഷ്യന്റിനെ കേൾക്കണം അല്ലെ. പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്നത് പലതരത്തിലുള്ള കൺസേണുകൾ അല്ലെ, ആശങ്കകളോട് കൂടിയും പലതരത്തിലുള്ള പ്രോബ്ലംസ് ആയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലില് പേഷ്യൻസിനെ കേൾക്കാനുള്ള ഒരു ഇത് ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നഴ്സുമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാവണ്ടേ? നമ്മ പറയാറുണ്ട് ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് അപ്പൊ ആ ഡോക്ടർ നമ്മ പറയുന്നത് കേൾക്കാതെ തന്നെ നമുക്ക് മെഡിസിൻ എഴുതി തരുന്നു അല്ലെ. നമ്മളെ ചെക്കപ്പ് ചെയ്യാതെ അല്ലെ, അല്ലെങ്കിൽ ആ സ്റ്റെതസ്കോപ്പ് എടുത്ത് നമ്മളെ പരിശോധിക്കാതെ തന്നെ മരുന്നുകൾ കുറിച്ച് തരുന്നു പറയാറുണ്ട് അല്ലെ. ആണോ? ആ ഒരു പ്രവർത്തനത്തില് ആ ഡോക്ടർ അങ്ങനെ ചെയ്യുന്നതോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നമ്മ വീണ്ടും പോവോ ആ ഡോക്ടറുടെ അടുത്ത്? വീണ്ടും പോകോ നമ്മൾ കേൾക്കാതെ എഴുതി തരുമ്പോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? പേഷ്യൻസിന് പറയാനുള്ള കാര്യങ്ങൾ അല്ലെ. പിന്നെ അവർക്ക് എന്താണ്? നമുക്കാണെങ്കിലും നമ്മുടെ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് അല്ലെ, ട്രീറ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ച്, നമുക്ക് ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ച്, നമുക്ക് തരുന്ന മെഡിസിനുകളെ കുറിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാവുമല്ലോ, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവും അല്ലെ. ഈ മരുന്ന് എന്തിനാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയാണ് അല്ലെ, ഈ ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ കേട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആൻസർ തരാൻ പാകത്തിലായിരിക്കണം അല്ലെ. ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും. അപ്പൊ എന്ത് ചെയ്യുക? പേഷ്യന്റിനെ ഹിയറിംഗ്, പേഷ്യൻസിനെ നല്ല രീതിയിൽ കേട്ട് അവർക്ക് വേണ്ട അഡ്വൈസുകളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എന്താണ്? വെന്റിലേഷൻ അല്ലെ. ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള വെന്റിലേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള പേഷ്യൻസ്, ഇൻഫെക്ഷൻസ് ബാധയേറ്റിട്ടുള്ള പേഷ്യൻസ് വരുന്നുണ്ടാവും അല്ലെ. വൈറൽ ഫീവേഴ്സ് ആണോ? വൈറൽ ഫീവേഴ്സ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ വെന്റിലേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അണുക്കൾ അല്ലെ, മൈക്രോ ഓർഗാനിസംസ് അവിടെ തന്നെ നിന്ന് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യോ? അകത്തു നിന്നുള്ള വായു പുറത്തേക്ക് പോയില്ലെങ്കിൽ ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ട് ശരിയായ രീതിയിലുള്ള ഒരു വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം അല്ലെ. ഹോസ്പിറ്റലിലെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിലുള്ള വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെ OPD ടൈമിംഗ് ഉണ്ടായിരിക്കണം അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ടൈമിംഗ് ഉണ്ടാവേണ്ടത്. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വയ്ക്കുമ്പോ പറയാറുണ്ട് അല്ലെ, OP ടൈം രാവിലെ 10 മണി മുതൽ 1 മണി വരെ അല്ലെ, ഉച്ചക്ക് 2 മണി മുതൽ 5 മണി വരെ ഇല്ലേ, പറയാറില്ലേ OP ടൈം. അപ്പൊ കറക്റ്റ് രീതിയിലുള്ള ഒരു OPD ടൈമിംഗ് ഫോളോ ചെയ്യുക. ഓക്കെ ആണോ? മാനേജറിയൽ കൺസിഡറേഷൻ. നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് OPD പ്രോസസ്സ്, OPDയിലെ പ്രക്രിയകൾ അല്ലെ, പ്രോസസ്സുകൾ എന്താണ്? നമ്മൾ ആദ്യം തന്നെ OPDയിലേക്ക് അറൈവ് ചെയ്യും അല്ലെ, ഹോസ്പിറ്റലിലേക്ക് അറൈവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? റിസപ്ഷനിൽ ചെന്ന് രജിസ്ട്രേഷൻ എടുക്കും. ഊഷ്മളത, നമ്മ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മ പുറത്ത് ടെക്സ്റ്റൈൽസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? വാംലി വെൽക്കം ചെയ്യല്ലേ, ഊഷ്മളതയോട് കൂടിയല്ലേ വെൽക്കം ചെയ്യുന്നത്. അപ്പൊ എന്താണ്? നമ്മളെ നല്ല രീതിയിൽ ഊഷ്മളതയോട് കൂടി വെൽക്കം ചെയ്യുക അല്ലെ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അറൈവിംഗ് OPD പ്രോസസ് എടുക്കാലോ.
month okay ആയില്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ കാറിന് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ എന്താണ് നമ്മുടെ കാർ അവിടെ ഇട്ട് അപ്പൊ ഇതിന് എന്തെങ്കിലും അറ്റൻഡേഴ്സ് വന്ന് പേഷ്യൻസ് ഉണ്ടെങ്കിൽ വീൽ ചെയർ കൊണ്ടുവന്ന് അവരെ കൊണ്ടുപോകും അല്ലേ? എന്നിട്ട് അവർക്ക് ഏത് ഫ്ലോറിലേക്കാണോ വേണ്ടത് അങ്ങോട്ടൊക്കെ കൊണ്ട് നാട്ടി തരാറില്ലേ അറ്റൻഡേഴ്സ് അല്ലേ? ആണോ? ഊഷ്മളതയോട് കൂടി നല്ല രീതിയിൽ അവരെ സ്വീകരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് OPD പ്രോസസ്സ്. OPD പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം തന്നെ OPD ഹോസ്പിറ്റലിലേക്ക് എൻ്റർ ചെയ്യും അല്ലെ? അറൈവ് ചെയ്യും. എന്നിട്ട് നമ്മൾ എവിടേക്കാണ് ആദ്യം പോകുന്നത്? റിസപ്ഷനിലേക്ക് അല്ലെ? റിസപ്ഷനിൽ പോയി രജിസ്ട്രേഷൻ നടത്തും അല്ലെ? രജിസ്ട്രേഷൻ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ടോക്കൺ നമ്പർ ഇഷ്യൂ ചെയ്യുമല്ലോ. ഇൻട്രാം നമ്പർ അല്ലെ? 35 നമ്പർ അല്ലെങ്കിൽ 15 നമ്പേഴ്സ് അല്ലെ? 15ാമത്തെ നമ്പർ എന്ന് പറഞ്ഞ് നമുക്ക് ടോക്കൺ നമ്പർ ഇഷ്യൂ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഡോക്ടേഴ്സിന്റെ വെയിറ്റിംഗ് റൂമിലേക്ക് അല്ലെ? ഡോക്ടേഴ്സിന്റെ എന്താണ് കൺസൾട്ടേഷൻ റൂമിന്റെ പുറത്തുള്ള വെയിറ്റിംഗ് ഏരിയയിൽ പോയി വെയിറ്റ് ചെയ്യും അല്ലെ? അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടോക്കൺ നമ്പർ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ അല്ലെ? ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ കയറി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് രണ്ട് രീതിയിൽ നമുക്ക് വരാം അല്ലെ? എന്താണ്? ഡോക്ടർ നമ്മളെ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അപ്പോഴത്തെ അസുഖത്തിന് വേണ്ട മരുന്നുകൾ എഴുതി തരും അല്ലെ? മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരാമല്ലോ. അതാണ് ഇഷ്യൂവൻസ് ഓഫ് മെഡിക്കൽ ചെയ്ത്. എന്താണ്? നമുക്ക് വേണ്ട മരുന്നുകള് ഇഷ്യൂവൻസ് ചെയ്ത് തരുന്നു അല്ലെ? എഴുതി തരുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർ നമുക്ക് ടെസ്റ്റുകൾ എഴുതി തരാറില്ലേ? ലാബ് ടെസ്റ്റുകൾ, എക്സ്റേ അല്ലെ? എക്സ്റേ, ECG അങ്ങനെയുള്ള ടെസ്റ്റുകൾ എഴുതി തരാമല്ലോ. അതാണ് കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ എന്ന് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് നമ്മളെ എന്താണ് ഡോക്ടർ നമ്മളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടി അല്ലെ? ടെസ്റ്റുകൾക്ക് വേണ്ടി പറഞ്ഞയക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റുകൾ ചെയ്തിട്ട് നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഡോക്ടറുടെ അടുത്ത് വരില്ലേ? ആണോ? അല്ലേ? ഡോക്ടറുടെ അടുത്ത് വന്ന് നമ്മുടെ റിസൾട്ട് ഒക്കെ കൊടുത്തിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? മരുന്നുകൾ എഴുതി തരും അല്ലേ? അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകളോ സ്കാനിങ്ങോ ECG ഒക്കെ എഴുതി തന്നിട്ട് നമ്മളോട് പറയും. റെഫറൽ ഡോക്ടേഴ്സിനെ കാണാൻ പറയാറുണ്ടല്ലോ. ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന് അല്ലെ? PCG ഇപ്പൊ നമ്മ ഫിസിഷ്യനെ ആണ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തറിയും? ECG എടുത്തിട്ട് കാർഡിയാക് ഡോക്ടറെ കാണാം അല്ലെ? അവരുടെ അഡ്വൈസ് വാങ്ങാൻ പറയാറില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷനിൽ റെഫറൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റുകൾ ഡോക്ടർ കാണിക്കുമ്പോൾ ഡോക്ടർ പറയാറുണ്ട് അല്ലെ? ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണാൻ പറയാറില്ലേ ചില സിറ്റുവേഷനില്? അപ്പൊ അതാണ് റെഫറൽ സ്പെഷ്യൽ ഡോക്ടർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെഫറൽ സ്പെഷ്യൽ ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡോക്ടർ നമ്മുടെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ വിലയിരുത്തിയതിനു ശേഷം നമുക്ക് വേണ്ട മരുന്നുകൾ എഴുതി തരുന്നു അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അറൈവിങ് അറ്റ് ഫാർമസി അല്ലെ? ഫാർമസിയിലേക്ക് മരുന്നുകൾ വാങ്ങാനായി വരുന്നു. ഓക്കെ ആണോ? അത്രയും ഭാഗം അവിടുന്ന് കുറെ ആരോ മാർക്ക് തന്നിരിക്കുന്നത് കാരണമാണ് കേട്ടോ മിസ് പറഞ്ഞത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇപ്പൊ എങ്ങനെയാണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ മരുന്നുകൾ എങ്ങനെയാണ്? ടോക്കൺ നമ്പർ സിസ്റ്റം ആണ് അല്ലെ? നമ്മ ഫാർമസിയിൽ ചെന്ന് ടോക്കൺ നമ്പർ എടുത്തിട്ട് വെയിറ്റ് ചെയ്യും അല്ലെ? അപ്പൊ എന്താ? അറൈവിങ് അറ്റ് ഫാർമസി. നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ടോക്കൺ നമ്പർ എടുത്ത് വെയിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സമയമാകുമ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ ആകുമ്പോൾ നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? മരുന്നുകൾ അല്ലെ? കളക്ഷൻ ഓഫ് മെഡിസിനുകൾ കളക്ട് ചെയ്തിട്ട് നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു അല്ലെ? ഡിപ്പാർച്ചർ ചെയ്യുന്നു. ഓക്കെ ആണോ? OPD പ്രോസസ് നമുക്കറിയാം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് നമ്മൾ ചെയ്യുന്ന ഒരു ഫ്ലോ പാറ്റേൺ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് മാനേജ്മെന്റ് സ്ട്രക്ചർ. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെ? അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഫ്ലോ ഓഫ് പാറ്റേൺ ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്.
നമ്മ OPD പ്രോസസ് എന്ന് പറഞ്ഞില്ലേ, ആ പ്രക്രിയകൾ എങ്ങനെയായിരിക്കണം? സ്മൂത്ത് അല്ലേ, ഈസി ആൻഡ് ക്വിക്ക്, വേഗത്തിലും സ്മൂത്ത് ആയിട്ടും ഈസി ആയിട്ടും നടക്കണം അല്ലെ. നമുക്ക് എവിടെയെങ്കിലും ഒരുപാട് വെയിറ്റിംഗ് ടൈമോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വരാൻ പാടുണ്ടോ? ഇഷ്യൂസോ വരാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. എന്താ ചെയ്യണം? എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ടും പെട്ടെന്നും നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ്? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ് അല്ലെ. നമുക്ക് എന്ത് വേണം? ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ അനുപാതത്തിനനുസരിച്ച് അല്ലെ, റേഷ്യോസിനനുസരിച്ച് ഡോക്ടേഴ്സ് നഴ്സുമാരുടെ സൗകര്യങ്ങൾ വേണ്ടേ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് 100 പേഷ്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 150 പേഷ്യൻസ് വരുന്നുണ്ടെങ്കിൽ അവരൊരു ഡോക്ടർ ഇരുന്ന കാര്യമുണ്ടോ? ആ അത്രയും പേഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, ചെക്കപ്പ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടർ OPയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്, പേഷ്യൻസിന്റെ അനുപാതത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ വേണം. ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, ലബോറട്ടറി സ്റ്റാഫുകൾ ആയിക്കോട്ടെ, റിസപ്ഷനിലെ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, ഫാർമസിസ്റ്റുകൾ ആയിക്കോട്ടെ, എല്ലാവരും അല്ലെ. നെക്സ്റ്റ് എന്താണ്? പാർക്കിംഗ്. ഹോസ്പിറ്റൽ എന്താണ്? പേഷ്യൻസിന് വരുന്നതനുസരിച്ച് അവർക്ക് വേണ്ട പാർക്കിംഗ് ഫെസിലിറ്റീസ് വേണ്ടേ? ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ളത് അല്ലെ, എന്താണ് പ്രൈവറ്റ് വാഹനങ്ങൾ അല്ലെ. അപ്പൊ എന്താണ്? പാർക്കിംഗ് ഫെസിലിറ്റീസ് ആവശ്യമായിട്ട് വേണം. ഇതൊക്കെ എന്താണ്? മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കൺസിഡറേഷൻ, റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD, അതായത് OPDയില് വർക്ക് ചെയ്യുന്ന ആളുകൾ ആരെല്ലാമാണ് അല്ലെ, സ്റ്റാഫുകൾ ആരെല്ലാമാണ്, ആരൊക്കെയുണ്ട്? ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്? ആരില്ല? ആരൊക്കെയുണ്ട്? മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, സർവിയന്റ് സ്റ്റാഫ് അല്ലെ, സബ്സർവിയന്റ് സ്റ്റാഫ് ഉണ്ട്, അതായത് എന്താണ് സപ്പോർട്ട് നടത്തുന്ന അല്ലെ, സപ്പോർട്ട് നൽകുന്ന സ്റ്റാഫുകൾ ഉണ്ട്, ക്ലറിക്കൽ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് മെഡിക്കൽ സ്റ്റാഫുകൾ ആരൊക്കെയാണ്? സെൻട്രൽ ടു നോൺ മെഡിക്കൽ സ്റ്റാഫുകൾ. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫുകൾ ആരൊക്കെയാ പെടുന്നത്? സെൻട്രൽ ടു ഓർഗനൈസേഷൻ അല്ലെ. എന്താണ്? നമുക്ക് ഹോസ്പിറ്റൽ സെറ്റിംഗ്സില് പലതരത്തിലുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടല്ലോ. ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഡോക്ടേഴ്സ് ഉണ്ട്, മെഡിക്കേഷൻ മാനേജ്മെന്റ് ഉണ്ട് അല്ലെ, മെഡിക്കേഷൻ മാനേജ്മെന്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് അല്ലെ, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ന്യൂട്രീഷ്യൻസ് ഉണ്ട്, ഡയറ്റേറിയൻ ഉണ്ട് അല്ലെ. അല്ലേ? അപ്പൊ അവരൊക്കെയാണ് സെൻട്രൽ. സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഡോക്ടേഴ്സിൽ തന്നെ എന്താണ്? ഫിസിഷ്യൻ ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും ആവശ്യമാണ്. നെക്സ്റ്റ് പറയുന്നത് നഴ്സസ് ആൻഡ് ANMS അല്ലെ. എന്താണ്? നഴ്സുമാരും പിന്നെന്താണ്? ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫറി അല്ലെ. എന്താണ്? നമ്മുടെ നേഴ്സിനെ സബോർഡിനേറ്റ് ചെയ്യാനുള്ള അല്ലെ, ഹെൽപ്പ് ചെയ്യാനുള്ള സ്റ്റാഫുകളാണ് ANMS. അങ്ങനെയുള്ള ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സ്റ്റാഫുകളും ഉണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് സബ്സർവിയന്റ് സ്റ്റാഫ്. സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG അല്ലെ, നമ്മുടെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെ. റേഡിയോളജി സെക്ഷൻ, നമുക്ക് ക്യാൻസർ പോലെയുള്ള പേഷ്യൻസിന് റേഡിയേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സ്കാനിങ്ങുകൾ ചെയ്യാം അല്ലെ. CT സ്കാന്, MRI സ്കാന്, അങ്ങനെയുള്ള സ്കാനിങ്ങുകൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് റേഡിയോളജി സെക്ഷൻ ഉണ്ട്. ലബോറട്ടറി ഉണ്ട് അല്ലെ, ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ലബോറട്ടറി ഉണ്ട് ആൻഡ് ECG അല്ലെ. നെക്സ്റ്റ് എന്താണ്? ക്ലറിക്കൽ സ്റ്റാഫുകൾ. നമ്മുടെ എന്താണ്? മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനും അത് എഴുതാനും അല്ലെ, അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ക്ലറിക്കൽ സ്റ്റാഫുകളും ഉണ്ട്. ANM എന്ന് പറഞ്ഞാൽ ഓക്സിലറി, AUXILLIARY, ഓക്സിലിയറി നഴ്സിംഗ് മിഡ്വൈഫറി. എഴുതിയോ?
midwifery, midwifery. നമ്മുടെ നഴ്സിനെ സബോർഡിനേറ്റ് ചെയ്യാനുള്ള, നഴ്സിനെ സഹായിക്കാനുള്ള നഴ്സിംഗ് സ്റ്റാഫുകളാണ് ANMS. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലംസ് അറ്റ് OPD. OPD-യിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് OPD-യിലുള്ളത്. ജനറൽ പ്രോബ്ലം, സ്പെസിഫിക് പ്രോബ്ലം. ജനറൽ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ ഓരോ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് പ്രോബ്ലങ്ങളും. അപ്പൊ ജനറൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ, ആവശ്യത്തിന് മതിയായിട്ടുള്ള നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഇല്ലാതിരിക്കുക. മിസ് പറഞ്ഞു ഒരു 100 പേഷ്യന്റിന് ഒരു ഡോക്ടർ, ശരിയാണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ലാതിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് that there are a large number of patients waiting in front of the doctor's room. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നത് കണ്ടുവരുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു ഒരു 100 പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു 50 പേഷ്യന്റിന് ഒരു ഡോക്ടർ ഉള്ളെങ്കിൽ ഈ എല്ലാ പേഷ്യൻസ് എവിടെയായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഡോക്ടറുടെ മുമ്പിലായിരിക്കോ? ഈ ഒരു ഡോക്ടറുടെ വെയിറ്റിംഗ് ഏരിയാസിന് മുമ്പിലായിരിക്കില്ലേ? അപ്പൊ എന്താണ് ഇത് ഇങ്ങനെ വരുന്നത്? നമ്പർ ഓഫ് ഡോക്ടേഴ്സിന്റെ കുറവ് വരുന്നത് എന്താണ്? ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പിൽ ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതായി കണ്ടുവരുന്നു. ദിസ് ഈസ് മെയിൻലി ഡ്യൂ ടു insufficient number of doctors to serve as compared to the number of patients who arrive the clinic. എന്താണ്? ഡോക്ടർ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടേഴ്സിന്റെ മുമ്പിൽ എന്ത് ചെയ്യാണ്? ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യാണ് അല്ലെ. ഡോക്ടർ ആ ഒരു ഡോക്ടറുടെ റൂമിന്റെ മുമ്പിൽ OPയുടെ ടൈമിന് വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പിൽ എന്ത് ചെയ്യാണ്? ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യേണ്ടതായി വരുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റഡ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ. ശരിയായ രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാതിരിക്കുക. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ചീട്ട് ടോക്കൺ നമ്പർ വിളിക്കുന്നത് എങ്ങനെയാണ്? ഒരു എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്ത 3 പേഷ്യന്റിനെ വിളിച്ചു കഴിഞ്ഞാല് നോൺ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ഒരു 3 പേഷ്യന്റിനെ വിളിക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് 2 ടെസ്റ്റ് റിസൾട്ടുകൾ വിളിക്കും അല്ലെ. അങ്ങനെയല്ലേ? ആണോ? ആണല്ലേ. അതിനൊരു നിശ്ചിത ഒരു റേഷ്യോ നൽകിയിട്ടാണ് അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് ഹാസ് നോ പ്രയോറിറ്റി ഓവർ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസ്. എന്താണ്? അപ്പോയിന്റ്മെന്റ് പേഷ്യൻസിന് എന്താണ്? നോൺ അപ്പോയിന്റ് പേഷ്യൻസിനേക്കാൾ എന്താണ്? പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക അല്ലെ. അപ്പൊ എന്ത് വരും? സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബഹളം വരില്ലേ? ബുദ്ധിമുട്ട് വരും അല്ലെ. നോൺ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള പേഷ്യൻസ് ചിലപ്പോ ആദ്യം വന്നതായിരിക്കാം അല്ലെ. ആദ്യം വന്നതായിരിക്കാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അവരെ മാത്രം കിടത്തി വിട്ടാല് നമ്മൾ ഈ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയല്ലേ നമ്മ ഒരു 50 രൂപ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മ ഒരു എക്സ്ട്രാ ഫീസ് അവിടെ അടക്കണ്ടേ? നമ്മ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ചില ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? എക്സ്ട്രാ നമ്മുടെ നിന്ന് ഒരു ചാർജ് ഈടാക്കുന്നുണ്ട് അല്ലെ. 50 രൂപയൊക്കെ കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അനുഭവത്തിലുണ്ടോ? ഉണ്ടോ? മുൻകൂട്ടി നമ്മ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മ ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിൽ കൂടുതൽ ഒരു ചാർജ് ഈടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രയോറിറ്റി അപ്പൊ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യന്റിനേലും പ്രയോറിറ്റി കൊടുക്കാതിരിക്കുന്നത് എന്താണ്? അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ? ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക. 2 പേർക്കും ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുക അല്ലെ. നെക്സ്റ്റ് എന്താണ്? ദിസ് ക്രിയേറ്റ്സ് കൺജഷൻ ഇൻ ദ ക്ലിനിക്കൽ ഡ്യൂറിംഗ് ദ ബിഗിനിങ് ഓഫ് ദ ഡേ അല്ലെ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ക്ലിനിക്കൽ ഡേ
സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഡോക്ടർ ചെക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഡോക്ടറിന്റെ റൂമിന്റെ മുമ്പിൽ ഒരു തിരക്ക് അനുഭവപ്പെടാൻ കാരണമാകുന്നു. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പറയാറില്ലേ, ഒരു 11 മണി, ഒരു 10:30, 11, 12 മണി ആകുമ്പോഴേക്കും എത്തിയാൽ മതി എന്ന് പറയാറുണ്ട് അല്ലേ ഹോസ്പിറ്റലില്? ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്തല്ലേ പോവുള്ളൂ. ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്തല്ലേ ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ. അതല്ല, നമ്മ അപ്പോയിന്റ്മെന്റ് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് കാലത്ത് തന്നെ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടർ റൂമിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യല്ലേ എല്ലാ പേഷ്യൻസും. അപ്പൊ അതെന്ത് ചെയ്യാണ്? ഡോക്ടറിന്റെ റൂമിന്റെ മുമ്പിൽ ആ ഒരു ക്ലിനിക്കൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു തിരക്ക് അനുഭവപ്പെടാൻ കാരണമാകുന്നു. ഓക്കെ ആണോ? Next, long waiting time at medicine room. After patient receive the prescription from the clinic counter, patients are directed to medicine room to remit the fee and receive the medicines. എന്താണ്? പേഷ്യന്റ് ക്ലിനിക്കൽ എന്താണ് നമ്മുടെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ക്ലിനിക്കൽ പ്രിസ്ക്രിപ്ഷന് റിസീവ് ചെയ്തതിന് ശേഷം അവരെങ്ങോട്ടാണ് പോകുന്നത്? മെഡിസിൻ റൂമിലേക്ക് അല്ലെ, ഫാർമസിയിലേക്ക് ചെന്നിട്ട് അവരുടെ ഫീസുകളൊക്കെ അടച്ചതിന് ശേഷം അവര് മെഡിസിൻ റിസീവ് ചെയ്യുന്നു. അപ്പൊ അതിനായിട്ട് ആ ഒരു മെഡിസിൻ റിസീവ് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് ഒരുപാട് നേരം ഫാർമസിയുടെ മുമ്പിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതൊരു പ്രശ്നമല്ലേ? നമ്മ പ്രോബ്ലംസ് ആണല്ലേ പറയുന്നത്, പ്രോബ്ലംസ് ആണല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് നേരം നമ്മൾ ഫാർമസിയുടെ മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം അല്ലേ? നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫാർമസിയുടെ മുമ്പിൽ എങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാറുണ്ടോ? സ്വന്തം അനുഭവത്തിൽ എന്ന് പറ. ഒരുപാട് നേരം, ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതെന്താണ്? അതൊരു പ്രോബ്ലം ആണ് അല്ലെ? അവിടെ ആവശ്യത്തിന് ചിലപ്പോ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കില്ല അല്ലെ? അപ്പൊ അതൊക്കെ ഒരു ഇഷ്യൂ ആണ് അല്ലെ? നെക്സ്റ്റ്, ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. എന്താണ്? ഫെസിലിറ്റീസിന്റെ സൗകര്യങ്ങളിൽ കുറവ് വരിക അല്ലെ? എക്യുപ്മെന്റുകളുടെ കുറവുകള്, മെഡിസിനുകളുടെ കുറവ് അല്ലെ? അപ്പൊ അങ്ങനെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ സൗകര്യങ്ങളില് ഷോർട്ടേജ് വരിക. നെക്സ്റ്റ് എന്താണ്? ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്. അപ്പൊ ഉള്ള ഭാഗത്ത് എന്ത് വരും? ഒരുപാട് തിരക്കുകൾ വരും അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലില് നമ്മുടെ BP നോക്കുന്ന അപ്പാരറ്റസ് ഒക്കെ ഒരെണ്ണം ആണോ ഉള്ളത്? ആണോ? അല്ല അല്ലേ? അല്ല അല്ലേ? അപ്പൊ എന്താണ്? അങ്ങനെ ഫെസിലിറ്റീസ് ഉണ്ടാവണം അല്ലെ? ആവശ്യത്തിനുള്ള എന്താണ് ഫെസിലിറ്റീസ്, എക്യുപ്മെന്റുകൾ ആയിക്കോട്ടെ, മറ്റു സൗകര്യങ്ങളായിക്കോട്ടെ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. ഷോർട്ടേജ് വന്നാൽ അതൊരു പ്രോബ്ലം ആണ് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ബേസിസ് അല്ലെ? ഔട്ട് പേഷ്യന്റ് ബേസിസിൽ എന്താണ് രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ട മെഡിക്കൽ പേഴ്സണൽസിന് എന്താണ് ആവശ്യത്തിന് ട്രെയിനിങ് ലഭിക്കാതിരിക്കുന്നത്, പരിശീലനം ലഭിക്കാതിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു കെയർ നൽകാൻ സാധിക്കുന്നത് ആർക്കായിരിക്കും? എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്കാണോ? അല്ലെ? കുറച്ചും കൂടി കൂടുതൽ കെയർ നൽകാൻ പറ്റുന്നത്. അപ്പൊ എന്താണ്? ഉള്ള സ്റ്റാഫുകൾക്ക് എന്താണ് മെഡിക്കൽ പ്രൊഫഷണൽസ്, ഹൈലി ട്രെയിനഡ് ആയിട്ടുള്ള ആളുകൾക്കും പറ്റും അല്ലെ? അപ്പൊ എന്ത് കിട്ടണം? നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് ബേസിസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ പരിശീലനങ്ങൾ കിട്ടണം. രോഗി എങ്ങനെ ചെക്കപ്പ് ചെയ്യണം അല്ലെ? രോഗിയിൽ നിന്ന് വൈറ്റൽസ് എങ്ങനെ ശേഖരിക്കണം അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? അതിനെക്കുറിച്ച് അവർക്ക് ശരിയായ രീതിയിലുള്ള ട്രെയിനിങ് കിട്ടണ്ടേ? ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നടക്കോ? കറക്റ്റ് ആയിട്ട് നടക്കോ? ഇല്ല. അപ്പൊ എന്താണ്? ശരിയായ നമ്മുടെ ആംബുലേറ്ററി ഇതിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷണല് ശരിയായ പരിശീലനങ്ങൾ ലഭിക്കാതിരിക്കുന്നത്. ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ,
poor communication and inadequate understanding of their demands. എന്താണ് പരിചരണത്തിന്റെ വിഘടനം സംഭവിക്കുക അല്ലെ, ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ. നമുക്ക് പരിചരണത്തില് എന്തെങ്കിലും വിഘ്നങ്ങൾ, തടസ്സങ്ങൾ നേരിടുക. എന്തായിരിക്കും? പല രീതിയിൽ നമുക്ക് തടസ്സങ്ങൾ നേരിടാലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഡോക്ടറുടെ ഒപിയിൽ ചെന്നിരിക്കുമ്പോ ഡോക്ടർ റൗണ്ട്സിന് എണീച്ചു പോവാ, അല്ലെങ്കിൽ എന്താണ് വല്ല എമർജൻസി കേസുകൾ വന്നു കഴിഞ്ഞാൽ വല്ല ഓപ്പറേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് എണീച്ചു പോകുമ്പോൾ നമുക്ക് ഒരു നമ്മുടെ പരിചരണത്തിന് വേണ്ട ഒരു തടസ്സം നേരിടല്ലേ ചെയ്യുന്നത് അല്ലേ? ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ആണോ? ആണ്. അപ്പൊ നമ്മ എന്ത് ചെയ്യേണ്ടി വരും? ചില സമയത്ത് ഒരുപാട് നേരം പിന്നെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ചിലപ്പോ കുറെ നേരം ഇരുന്നിട്ടായിരിക്കുമല്ലോ നമ്മുടെ ടോക്കൺ നമ്പർ ആവാറാവുന്നത്. അപ്പോഴേക്കിനും ഡോക്ടർ എണീച്ചു പോകും, പിന്നെ നമ്മ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊരു തടസ്സമല്ലേ? നമ്മുടെ പരിചരണത്തിന് ലഭിക്കുന്ന ഒരു തടസ്സമല്ലേ? അല്ലെങ്കിൽ ശരിയായ ഫെസിലിറ്റീസ് ഹോസ്പിറ്റലിൽ ഇല്ലാതിരിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലില് നമുക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? പുവർ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഡോക്ടേഴ്സും നഴ്സുമാരും പേഷ്യൻസും തമ്മിൽ എങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം? എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അല്ലെ. ആണോ? സുതാര്യമായിട്ടുള്ള അല്ലെ, ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അല്ലെ. നമ്മ പറയാറുണ്ട് ഡോക്ടറുടെ മുമ്പിലും വക്കീലിന്റെ മുമ്പിലും നുണ പറയാൻ പാടില്ല അല്ലെ. ആണോ? കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? ആ ഡോക്ടറും പേഷ്യന്റും അല്ലെങ്കിൽ നഴ്സുമാരുമായിട്ട് എന്താണ് ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. പുവർ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എന്ത് പറ്റും? അതൊരു പ്രശ്നമാണ് അല്ലെ. നമ്മുടെ അസുഖങ്ങള്, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ്, നമ്മുടെ പ്രോബ്ലംസ് മുഴുവൻ ഡോക്ടറോട് പറഞ്ഞില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലേ. ചിലപ്പോ ആ അസുഖം നമ്മളിൽ കിടന്ന് അത് നമുക്ക് വലിയ റിസ്കുകൾ ഉണ്ടാക്കാം അല്ലെ, അപകടങ്ങൾ ഉണ്ടാക്കാലോ. എന്താണ്? പുവർ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലം ആണ്. അങ്ങനെ നമുക്ക് തുറന്നു പറയണമെങ്കിൽ ഡോക്ടർ എങ്ങനെയായിരിക്കണം? ഫ്രണ്ട്ലി മൈൻഡ് ആയിരിക്കണം അല്ലെ. നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്ന അല്ലെ. അതല്ല നമ്മ ചെല്ലുമ്പോ തന്നെ നമ്മളോട് ചൂടാവുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ നമുക്ക് പറയാൻ പേടിയായിരിക്കും അല്ലെ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ആൻഡ് ഇൻഅഡ്യൂക്കേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. എന്ത് ചെയ്യണം? രോഗിയുടെ ഡിമാൻഡ്സ് മനസ്സിലാക്കണല്ലോ ഡോക്ടേഴ്സ് അല്ലേ. നമ്മുടെ ഡിമാൻഡ്സ് എന്താണ്? നമുക്ക് നല്ല പരിചരണം കിട്ടുക അല്ലെ, നല്ല ട്രീറ്റ്മെന്റ്, ചികിത്സകൾ കിട്ടുക, അതല്ലേ നമ്മുടെ ഡിമാൻഡ്. ആണോ? നമ്മുടെ കൺസേണുകള്, നമ്മുടെ ആശങ്കകൾ കേൾക്കണല്ലേ ഡോക്ടേഴ്സ്. നമ്മുടെ പ്രോബ്ലംസ് ശരിയായ രീതിയിൽ കേട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ നൽകണം വേണ്ടേ. അപ്പൊ എന്താണ്? ആ ഒരു പേഷ്യന്റിന്റെ ഡിമാൻഡില് മനസ്സിലാക്കി അഡ്യൂക്കേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്, അവരുടെ ഡിമാൻഡുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതിരിക്കുക. നെക്സ്റ്റ് എന്താണ്? an organizational structure geared to traditional preference and needs of the providers. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലുകള് ട്രഡീഷണൽ പ്രിഫറൻസിന് അല്ലെ, പരമ്പരാഗതമായ രീതികൾക്ക് മുൻഗണന നൽകുക. ആൻഡ് നീഡ്സ് എന്താണ്? ആൻഡ് നീഡ്സ് ഓഫ് ദി പ്രൊവൈഡേഴ്സ്, അത് നൽകുന്ന പ്രൊവൈഡേഴ്സ്, നമുക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് തരുന്ന പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യാണ്? പരമ്പരാഗത രീതികൾക്ക് മുൻഗണന നൽകുന്നത്. ഇപ്പൊ നമ്മ എവിടെയെങ്കിലും പഴയ രീതിയിൽ ട്രീറ്റ്മെന്റുകൾ നൽകുന്ന ഹോസ്പിറ്റൽ കാണാറുണ്ടോ? ഉണ്ടോ? പുതിയ ഫെസിലിറ്റീസ്, പുതിയ എക്യുപ്മെന്റുകൾ, പുതിയ സിസ്റ്റംസ് ഒക്കെയാണ് അല്ലെ ഉപയോഗിക്കുന്നത്. നമ്മ തന്നെ പറയാറുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പഴയ രീതിയിൽ നമ്മളെ ചെക്കപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മ തന്നെ പറയാറുണ്ട് അല്ലെ. ആ ഹോസ്പിറ്റലില് മോഡേൺ ടെക്നോളജീസ്, മോഡേൺ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയാറുണ്ടോ? ഉണ്ടോ? മിസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഹോസ്പിറ്റൽ ഉണ്ടല്ലേ,
ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ എന്താണ്? ഈ അടുത്ത കാലത്ത് വന്നതാണോ ഹോസ്പിറ്റലിലെ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അല്ലേ? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ബുക്സിൽ എഴുതിയിടും അല്ലെ? ചില ക്ലിനിക്കുകളിലൊക്കെ എങ്ങനെയാണ്, നമ്മ ആദ്യം പോകുന്ന ആള് ബുക്കിൽ എഴുതിയിട്ട് കാത്തിരിക്കും. ഇപ്പൊ വന്നതാണ് അല്ലെ? അതൊക്കെ എന്താണ്, നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ടോക്കൺ നമ്പർ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മ എന്ത് ചെയ്യണം? വരുന്ന സിസ്റ്ററോട് ചോദിക്കും, എന്റെ നമ്പർ ആവാറായോ അല്ലെ? അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, ഇപ്പൊ ഏത് നമ്പറാണ് വിളിച്ചിരിക്കുന്നത് അല്ലെ? എത്രാമത്തെ ചീട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറില്ലേ? ആണോ? ഇപ്പൊ നമ്മ ചോദിക്കണോ? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ആയപ്പോ നമ്മ ചോദിക്കണോ? നമുക്ക് തന്നെ നേരിട്ട് കാണാൻ പറ്റുകയാണ് അല്ലെ? അല്ലെങ്കിൽ കേൾക്കാണ് ഡോക്ടറുടെ റൂമിൽ നിന്ന് ഈ ടോക്കൺ നമ്പർ 10, ടോക്കൺ നമ്പർ 11 എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത് കാണിക്കുകയാണ് അല്ലെ? അപ്പൊ അതൊക്കെ പുതിയ രീതികളാണ് അല്ലെ? അതൊക്കെ ഉപയോഗിക്കുന്നത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം അങ്ങനെയുള്ള പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഹോസ്പിറ്റലുകളില് പഴയ രീതിയിലുള്ള ട്രഡീഷണൽ പരമ്പരാഗത രീതികൾക്ക് മുൻഗണന നൽകുന്നത് അതൊരു പ്രോബ്ലം ആണ് അല്ലെ? നമ്മ പറയാറുണ്ട് മാറുന്നതിനനുസരിച്ച് അല്ലെ നമ്മൾ മാറിക്കൊണ്ടിരിക്കണം അല്ലെ? ആണോ? അപ്പൊ ചേഞ്ചസ് വരുത്താം. നെക്സ്റ്റ് പറയുന്നത് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാറ്റത്തിനുള്ള പ്രതിരോധം അല്ലെ? ഇപ്പൊ പുതിയ കാര്യങ്ങള്, അതായത് പുതിയ ടെക്നോളജീസ്, പുതിയ സിസ്റ്റംസ്, പുതിയ ടെക്നിക്സുകൾ അല്ലെ? മെഡിക്കൽ ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുന്നതിൽ അവിടെ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് തടസ്സം സൃഷ്ടിക്കുക, പ്രതിരോധം സൃഷ്ടിക്കുന്നത് ഒരു പ്രോബ്ലം അല്ലേ? അല്ലെ? ആണോ? ഇപ്പൊ ആണോ? ആണ്. അപ്പൊ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്താണ്? മാറ്റത്തിനുള്ള അല്ലെ? നമുക്കറിയാം ഓരോ വർഷം ചെല്ലുന്തോറും അല്ലെ മെഡിക്കൽ സെക്ഷനില്, മെഡിക്കൽ വിഭാഗങ്ങളില് പുരോഗമനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ടെക്നിക്സുകൾ മാറാണ് അല്ലെ? ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് അല്ലെ? എക്യുപ്മെന്റുകളൊക്കെ കൂടുതൽ എഫിഷ്യന്റ് ആയ എക്യുപ്മെന്റുകളൊക്കെ അല്ലേ ഓരോ തവണ ചെല്ലുമ്പോഴും നമ്മൾ കാണുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്ന തെർമോമീറ്റർ പണ്ട് എങ്ങനെയായിരുന്നു? നമ്മുടെ നാക്കിന്റെ അടിയിൽ വെച്ച് നോക്കുന്ന അല്ലെ തെർമോമീറ്റേഴ്സ് ആയിരുന്നോ? എന്താണ്? ആണ്. ഇപ്പൊ അങ്ങനെയാണോ? ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ആണ് അല്ലെ? അല്ലെങ്കിൽ ഫോർഹെഡ് തെർമോമീറ്റർ നമ്മുടെ നെറ്റിയിൽ അല്ലെ, നമ്മുടെ ഇവിടെ അടിച്ചു നോക്കി ആ ഒരു എക്യുപ്മെന്റ് വെച്ച് അടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ അറിയാൻ സാധിക്കുന്നുണ്ടോ? അല്ലേ? ഉണ്ടല്ലേ? അപ്പൊ അത് മാറ്റമല്ലേ? അതൊക്കെ മാറ്റം വരുന്നതല്ലേ? ചേഞ്ചസ് വരുന്നതല്ലേ? അപ്പൊ അങ്ങനെ ചേഞ്ചസ് ഹോസ്പിറ്റലില് ചേഞ്ചസ് കൊണ്ടുവരുന്നതിനോട് എന്താണ് തടസ്സം സൃഷ്ടിക്കുന്നത്? അതൊരു പ്രോബ്ലം ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആയത്? നെക്സ്റ്റ് സ്പെസിഫിക് പ്രോബ്ലംസ്, ഓരോ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ടുള്ളത് അല്ലെ? നോക്കിയേ, ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ദി auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. നമ്മ ഹോസ്പിറ്റലില് ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിൽ ചെന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് റൂമിൽ എന്താണ് ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു നഴ്സോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, ഒരു സ്റ്റാഫ് ഉണ്ടാവും അല്ലെ? ഓക്സിലറി സ്റ്റാഫ് ഉണ്ടാവുമല്ലോ. അവരല്ലേ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്? ഇന്ന ടെസ്റ്റുകൾ എഴുതിയിട്ട് തന്നിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇന്ന മെഡിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്, അത് ലാബിൽ ചെന്ന് മേടിക്കാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അവരല്ലേ പറഞ്ഞു തരുന്നത്? ആ നഴ്സായിരിക്കും അല്ലെ? ഫാർമസി ചെന്നാൽ മതി,
അവിടെ ഫയല് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവരെന്താണ്, അവർ ആ ജോലി വേഗത്തിൽ ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി ശരിയായ രീതിയിൽ നമുക്കെന്താണ് ആ കാര്യങ്ങൾ പറഞ്ഞു തരാതിരിക്കുന്നത്. അതെന്താ തിടുക്കത്തിൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നമ്മ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ, സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഹൗസ് സർജൻസ് ഒക്കെ ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ആരാ എഴുതിയെടുക്കുന്നത്? ഡോക്ടർ പറയുന്ന മെഡിക്കേഷൻസ്, പേഷ്യൻസിനെ കുറിച്ചുള്ള കണ്ടീഷൻസ് ആരാണ് ഫയലിലേക്ക് എഴുതുന്നത്? ആ ഒരു സ്റ്റാഫ് അല്ലേ? കണ്ടിട്ടില്ലേ? ജൂനിയർ ഡോക്ടേഴ്സ് ഒരിതിൽ പറഞ്ഞാല് ആ കൂടെയുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ, ഹൗസ് സർജൻസി ഒക്കെ ചെയ്യുന്ന ട്രെയിനിങ്ങിന് വേണ്ടി കയറിയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ജോലി തിടുക്കത്തിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യും? ശരിയായ രീതിയിൽ ഡോക്യുമെന്റേഷൻ രേഖപ്പെടുത്താൻ സാധിക്കോ? ഇല്ല. അപ്പൊ അതാണ് പറയുന്നത്, ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ദി ഓക്സിലറി ആർ ഡൺ ഹറിയഡ്ലി ഇൻ ഓർഡർ ടു കിഡ്സ് വിത്ത് കൺസൾട്ടേഷൻ ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ റൂമിൽ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെ, സബോർഡിനേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകള് എന്ത് ചെയ്യാണ്? അവര് ഹറിയഡ്ലി അവര് ജോലികള് പെട്ടെന്ന് ചെയ്ത് തീർക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇൻഅപ്രോപ്രിയേറ്റ് അല്ലെ, ശരിയായ രീതിയിലേക്കുള്ള ഒരു ഡോക്യുമെന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനായി തയ്യാറാക്കാനായി കാരണമാകുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? കുറച്ചു പേര് മാത്രം ഓക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യൻസ്. എന്താണ് ഓക്സിലറി സ്റ്റാഫ് അല്ലെ? നമുക്ക് സപ്പോർട്ടിങ് ഡോക്ടറുടെ അടുത്ത് നിൽക്കുന്ന സ്റ്റാഫ് എന്താണ് രോഗികളോട് അപമര്യാദയായി അല്ലെ, മോശമായി പെരുമാറുന്നത്. ചിലപ്പോ അവരോട് ദേഷ്യപ്പെടുക അല്ലെ, അവരോട് തട്ടിക്കേറാ. അപ്പൊ അങ്ങനെ പെരുമാറുന്നത് അതൊരു പ്രോബ്ലം ആണ് അല്ലെ. അത് എവിടുത്തെ പ്രോബ്ലം ആണ്? ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിലുള്ള പ്രോബ്ലംസ് അല്ലെ, ആ ഒരു ഏരിയാസിലുള്ള പ്രോബ്ലം ആണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, പേഷ്യന്റ് സ്റ്റാർട്സ് അക്യുമുലേറ്റിംഗ് even before office time starts, create a long queue of patients even before the arrival of doctors. എന്താണ്? ശരിയായ രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത്. എന്താണ്? ആ ഒരു ഓഫീസ് ടൈം സ്റ്റാർട്ട്, ഹോസ്പിറ്റൽ ആ ഒരു ഓഫീസ് ടൈം സ്റ്റാർട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നതാണ്? ഒരുപാട് പേഷ്യൻസ് കുന്നുകൂടാനായി, അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ കുഞ്ഞുകൂടാ, അതായത് തിരക്ക് അനുഭവപ്പെടാനായി കാരണമാകുന്നു. ഇതെന്താണ്? creating a long queue of patients even before the arrival of doctors. ഡോക്ടേഴ്സ് അവരുടെ ഒപി റൂമിന്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ റൂമിന്റെ മുമ്പിൽ വലിയൊരു ക്യൂ, ഒരു നിര തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. ക്ലിയർ ആയോ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മ എപ്പോഴാണ് വരുന്നത്? ആ പറയുന്ന സമയത്ത് വരുള്ളൂ അല്ലെ. 11 മണിക്ക് എന്ന് പറഞ്ഞാല് ഒരു 11 മണി അല്ലെങ്കിൽ 10:55 ആകുമ്പോഴല്ലേ നമ്മ അവിടെ എത്തുള്ളൂ. ആണോ? ആരും ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാറില്ലേ? നമ്മ ഡോക്ടറിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാറില്ലേ? അപ്പൊ നമ്മളോട് പറയാറുണ്ടല്ലോ 11:30, 11, 12 അല്ലെ. അപ്പൊ നമ്മ ആ ഒരു സമയമാകുമ്പോഴല്ലേ പോവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓരോ സമയമാണോ തരുന്നത്? ഇപ്പൊ എനിക്ക് തന്ന സമയം തന്നെ ആയിരിക്കും 5-ന് കൊടുക്കുന്നത്, 5-ന് കൊടുത്ത സമയമായിരിക്കും 5-ന് കൊടുക്കുന്നത്, 5-ന് കൊടുത്ത സമയമായിരിക്കും ഡിൻസി കൊടുക്കുന്നത്, അല്ല അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും അവർക്ക് കൊടുത്ത സമയത്തിനനുസരിച്ചായിരിക്കും അല്ലെ വരുന്നത്. അപ്പൊ അവിടെ ക്യൂ ഉണ്ടാവോ? തിരക്ക് അനുഭവപ്പെടോ? അങ്ങനെ ശരിയായ രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉള്ളത് ഇല്ല അല്ലെ. ഇല്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ശരിയായ രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് ആ ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ ആ ഡോക്ടർ റൂമിന്റെ മുമ്പിൽ വലിയൊരു നിര തന്നെ, പേഷ്യൻസിന്റെ ക്യൂ തന്നെ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ക്ലിയർ ആണോ?
interruption of consultation or investigation. നമുക്ക് investigation അന്വേഷണങ്ങൾ നടത്താം. അന്വേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ടെസ്റ്റുകൾ അല്ലെ? ടെസ്റ്റുകൾ നടത്തുക, സ്കാനിങ് ചെയ്യുക, എക്സ്റേ നടത്തുക, പ്രൊസീജിയർ നടത്തുക അല്ലെ? അപ്പൊ അതിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷനും കൺസൾട്ടേഷനും, ഡോക്ടറുടെ കൺസൾട്ടേഷനും ഇന്ററപ്ഷൻ സൃഷ്ടിക്കുക അല്ലെ? തടസ്സങ്ങൾ ഉണ്ടാക്കുക. അതൊരു പ്രോബ്ലം ആണ് അല്ലെ? അല്ലെ? ആണോ? എന്താണ് ആരൊന്നും പറയാത്തെ? നെക്സ്റ്റ്, ലാക്ക് ഓഫ് പ്രൈവസി. നമുക്ക് എന്ത് വേണം? ഒരു ഡോക്ടർ റൂമിൽ കയറി കഴിഞ്ഞാല് നമുക്ക് ഒരു പ്രൈവസി വേണം അല്ലെ? എന്നാൽ മാത്രമല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ അല്ലെ? അല്ലെ? അപ്പൊ എന്താണ് ലാക്ക് ഓഫ് പ്രൈവസി? എന്താണ്? സ്വകാര്യതയുടെ അഭാവം ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, ഇല്ലീഗൽ ഹാൻഡ് റിട്ടൺ ഓഫ് ദി ഡോക്ടേഴ്സ്. എന്താണ്? ഡോക്ടർ ശരിയായ രീതിയിൽ എന്താണ് മരുന്നുകൾ എഴുതി കൊടുക്കുക, ഹാൻഡ് റിട്ടൺ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ സാധാരണ തന്നെ നമ്മൾ പറയാറുണ്ട്, ഡോക്ടേഴ്സിന്റെ അടുത്ത് നമുക്ക് വായിക്കാൻ പറ്റുമോ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്? അവ്യക്തമായ രീതിയിൽ ഡോക്ടേഴ്സ് എഴുതുന്നത് ഇല്ല അല്ലെ? ഒരിടത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കണ്ടിരുന്ന ആരെങ്കിലോ? തൃശ്ശൂരുള്ള ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? ഫേസ്ബുക്കില്, വാട്സപ്പിലൊക്കെ ഒരുപാട് സ്പ്രെഡ് ആയതാണ്. കണ്ടില്ല? ആരും കണ്ടിട്ടില്ല? ഇല്ല. അത് എന്ന് വെച്ചാല് ഡോക്ടർ വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിലാണ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് അത്രയും വൈറലായത്. ഇപ്പൊ എന്താണ്? ഒരു ഡോക്ടേഴ്സിന്റെയും മരുന്നുകൾ എഴുതുന്നത് നമുക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഡോക്ടർ വളരെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവ്യക്തമായി എന്താണ് ഡോക്ടേഴ്സ് എഴുതുന്നത്, ഹാൻഡ് റിട്ടൺ ചെയ്യുന്നത്, അതൊരു പ്രോബ്ലം ആണ് അല്ലെ? ഇപ്പൊ നമുക്ക് PCM, പാരസെറ്റാമോൾ ഇല്ലേ? നമ്മൾ പൊതുവെ സാധാരണ പനിക്ക് തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന പാരസെറ്റാമോള് നമ്മൾ ഷോർട്ട് ആയിട്ട് PCM എന്ന് എഴുതുന്നുണ്ട്. ഡോക്ടേഴ്സ് കോഡ് PCM എന്ന് എഴുതുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ഇതൊരു ഇല്ലീഗൽ ആയിട്ട് അവ്യക്തമായിട്ടാണ് എഴുതുന്നതെങ്കിൽ സിക്ക് പകരം നമുക്ക് ഈ വായിക്കാലോ? ഈ വായിക്കാം, അല്ലെങ്കിൽ I വായിക്കാം അല്ലെ? എമ്മിന് പകരം N വായിക്കാം. ചിലപ്പോ ആ പേരിൽ മരുന്നുണ്ടാവുമല്ലോ. അതൊരു പ്രോബ്ലം ഇത്. അപ്പൊ നമുക്ക് തരുന്ന മരുന്ന് മാറിപ്പോവും അല്ലെ? ഫാർമസിന്ന് നമുക്ക് തരുന്ന മരുന്ന് മാറിപ്പോവില്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ്? അതൊരു പ്രോബ്ലം ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒരു രോഗി എന്ത് ചെയ്യാണ്? അവരുടെ അസുഖത്തിന് ഒന്നിലധികം മരുന്നുകള് ഒരേ സമയം ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു അസുഖത്തിന് തന്നെ ഒന്നിലധികം മരുന്നുകൾ ഉപയോഗിക്കുക, അത് അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുമല്ലോ അല്ലേ? ഉണ്ടാക്കോ? നമ്മ ഒരു അസുഖത്തിന് തന്നെ ഒരുപാട് മരുന്നുകൾ, ഇപ്പൊ പൊതുവെ തന്നെ നമ്മ എന്താ പറയുന്നത്? ഇംഗ്ലീഷ് മരുന്നുകൾ അധികം ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഹാർട്ടിന് ലിവറിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടാവും എന്ന് പറയാറുണ്ട് അല്ലെ? കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ? അപ്പൊ എന്താണ് ഈ പോളിഫാർമസി? ഒരു രോഗി ഒരസുഖത്തിന് തന്നെ ഒന്നിലധികം മരുന്നുകൾ ഉപയോഗിക്കുന്നത് അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇതൊരു പ്രോബ്ലം ആണ് അല്ലെ? അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യാ? ശരിയായ രീതിയിൽ അത് നോക്കിയതിന് ശേഷം മാത്രം അവർക്ക് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം അല്ലെ? ആണോ? എന്താണ് ഒരു ഉഷാറില്ലാത്തത്? ലാസ്റ്റ് പീരീഡ് ആയപ്പോ എനർജി ഒക്കെ പോയോ? നെക്സ്റ്റ്, ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. എന്ത് ചെയ്യാണ്? ക്യൂകള് ശരിയായ രീതിയിൽ നിലനിർത്താത്തത് അല്ലെ? ഇപ്പൊ നമുക്കറിയാം റിസപ്ഷന് മുമ്പില്, ഫാർമസിയുടെ മുമ്പില്, ഡോക്ടേഴ്സിന്റെ വെയിറ്റിംഗ് ഏരിയയുടെ മുമ്പിലൊക്കെ ക്യൂസ് ഉണ്ടാവുമല്ലോ.
അപ്പൊ അത് ശരിയായ രീതിയിൽ നിലനിർത്താതിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. എന്താണ്? ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന മരുന്നുകൾ എന്താണ് നമുക്ക് ഫാർമസിയിൽ നിന്ന് ലഭ്യമാകാതിരിക്കുന്നത്. അപ്പൊ നമ്മ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും അല്ലെ? ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് നമുക്ക് ആ മരുന്ന് കിട്ടാതെ വരുന്നതെങ്കിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാലോ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന അല്ലെ, ഡോക്ടേഴ്സ് എഴുതി തരുന്ന മരുന്നുകള് നമുക്ക് അവിടുത്തെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് ലഭ്യമാകാതിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് യൂസ് ഓഫ് ട്രേഡ് നെയിംസ് ഓഫ് മെഡിസിൻ ബൈ ഡോക്ടേഴ്സ് create confusion to patients when different name medicine of same genera is applied to the patients. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിലല്ല നമ്മ പെൻഡാസിഡിന് പല ട്രേഡ് നെയിംസും പറയാറുണ്ട് അല്ലെ. ഓരോ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തില പെനഡോള് അല്ലേ അല്ലേ ഡോളോ പെനഡോൾ എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ എന്താണ് നമ്മ പെൻഡാസിഡ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പെൻഡാസിഡ് നമ്മ ഗ്യാസിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് അല്ലെ. ഗ്യാസ് എന്തെങ്കിലും ഗ്യാസിന്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ തന്നെ ഭക്ഷണത്തിന് മുമ്പൊക്കെ കഴിക്കുന്ന മരുന്നാണ് അല്ലെ. അപ്പൊ ആ ഒരു പെൻഡാസിഡിന്റെ ബ്രാൻഡ് നെയിം ട്രേഡ് നെയിമാണ് പെൻഡോഡേക്ക്. ആ ഒരു പെൻഡാസിഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ മിക്ക പേഷ്യൻസിന് അറിയാൻ പറ്റും അതൊരു ഗ്യാസിന്റെ മരുന്നാണെന്നല്ലേ. ആണോ? പാരസെറ്റാമോള് വേദനക്ക് പനിക്കുള്ള മരുന്നാണെന്ന് നമുക്കറിയാലോ. ഡോക്ടേഴ്സ് പക്ഷെ ഈ ഒരു ജനറൽ നെയിം ഉപയോഗിക്കുന്നതിന് പകരം ട്രേഡ് നെയിംസ് ഉപയോഗിക്കുന്നത് എന്തുണ്ടാക്കുന്നുണ്ട്? നമ്മുടെ പേഷ്യൻസിന്റെ ഇടയിൽ ചില കൺഫ്യൂഷൻസ്, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പൊ എന്താണ് നമുക്ക് ശരിയായ ഒരു ഡോക്ടർ എന്താണ് ഒരു മെഡിസിനിന്റെ ജനറൽ നെയിം ഉപയോഗിക്കുന്നതിന് പകരം എന്താണ് അതിന്റെ ട്രേഡ് നെയിംസ് അല്ലെങ്കിൽ ബ്രാൻഡഡ് നെയിം ഉപയോഗിക്കുന്നത് പേഷ്യൻസിന്റെ ഇടയിൽ കൺഫ്യൂഷൻസ്, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകളാണെങ്കിൽ നമുക്കറിയാം അല്ലെ. ആ ഒരു മരുന്നിന്റെ പേര് കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ആസ്പിരിൻ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മുടെ ബ്ലഡ് കോട്ടാകുന്നത് തടയുന്നതിന് വേണ്ടിയൊക്കെ കഴിക്കുന്ന ഗുളികയാണ് അല്ലെ. എക്കോസ്പിരിന്, ആസ്പിരിന് അല്ലെ. അപ്പൊ ഈ ആസ്പിരിന് ഉപയോഗിക്കുന്ന ബ്രാൻഡ് നെയിമാണ് ആസ്പ്രോകെയർ. അപ്പൊ ആ ഒരു പേര് കേട്ടാൽ ഇത് മനസ്സിലാവോ? ഇപ്പൊ മിസ് പറയാണ്ട് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവോ? ഇത് സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ഇല്ല അല്ലെ. അപ്പൊ അതെന്താണ്? പേഷ്യൻസിന്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. പേഷ്യൻസിന്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് ക്ലിയർ ആയോ? No clear advice about when, how long to take the medicine. എന്ത് ചെയ്യണം? നമ്മ ഫാർമസിയിൽ മരുന്നുകൾ എടുത്ത് തരുമ്പോൾ ഫാർമസിസ്റ്റ് പറയാറുണ്ട് അല്ലെ, നമുക്ക് ശരിയായ രീതിയിൽ പറഞ്ഞു തരാറുണ്ടല്ലോ. എപ്പോ കഴിക്കണം അല്ലെ, എത്ര നാള് കഴിക്കണം അല്ലെ, ഏത് സമയത്ത് കഴിക്കണം അല്ലെ ഉണ്ടോ? അപ്പൊ ഇതില് പറയുന്നത് എന്താണ്? അങ്ങനെ മെഡിസിൻ കഴിക്കുന്നതിനെ കുറിച്ച്, ടേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ശരിയായ ഒരു അഡ്വൈസ് കൊടുക്കാതിരിക്കാൻ, എപ്പോ കഴിക്കണം, എത്ര നാള് കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം എന്ന് ക്ലിയർ അഡ്വൈസ് കൊടുക്കാതിരിക്കുന്നത്. നെക്സ്റ്റ്, സംടൈംസ് റോങ് മെഡിസിൻ ആർ ഗിവൺ ബൈ ദി ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റ് എന്താണ്? പേഷ്യന്റിന് മരുന്നുകൾ മാറിക്കൊടുക്കുന്നത്. അതൊരു പ്രോബ്ലം ആണ് അല്ലെ. ചിലപ്പോ ആ പേഷ്യന്റ് ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം അല്ലെ. നെക്സ്റ്റ്, ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീനഡ് ടോയ്ലറ്റ്. ഹോസ്പിറ്റലിലെ ടോയ്ലറ്റ്സ് എന്താണ്? ആവശ്യത്തിന് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ടോയ്ലറ്റ് ഇല്ലാതിരിക്കുന്നതും ഉള്ള ടോയ്ലറ്റ് വൃത്തിയില്ലാതിരിക്കുന്നതും ഒരു പ്രോബ്ലം ആണ് അല്ലെ. എന്താണ്? പേഷ്യൻസിന് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയില്ലേ അൺക്ലീനഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആണെങ്കിൽ? ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ് മിസ് ഇത്രേ എടുക്കുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.
ഇന്നത്തെ ക്ലാസ് ഓക്കെയാണോ?